CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഒരു പരാമർശം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇസ്രായേൽ വിഷയവുമായി ബന്ധപ്പെട്ട്. അവരൊരു ടാഗ് ചേർത്തിട്ടൊരു ക്യാമ്പയിനൊക്കെ പ്ലാൻ ചെയ്യുന്നു പറഞ്ഞു. അതെ, ഹാഷ്ടാഗ്. അപ്പോൾ എന്താണ് പറയുക ഇതിൽ ഈ ബേബി അല്ലെങ്കിൽ CPM എന്താണ് ഇതിൽ മനസ്സിലാക്കുക? ഇസ്രായേലിനെതിരെയൊക്കെയാണ്. അല്ല, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. വെറുതെ ഇരിക്കുമ്പോൾ ഇടക്കൊരു ചൊറി, അല്ലാണ്ട് എന്താ ഇങ്ങനെ പറയണ്ടേന്ന്. അല്ലെങ്കിൽ അവർ ഭയങ്കര ബുദ്ധിജീവികളെന്ന് കാണിക്കാൻ ഗാസയെ അനുകൂലിച്ചിട്ടാണ് ഗാസ സൈലൻസ് അവർ എന്ന് പറഞ്ഞ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ 17-ാം തീയതി മുതൽ ഒരാഴ്ച നീളുന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ. അത് എനിക്ക് തോന്നുന്നു ഒരു 9 തൊട്ട് 9:30 വരെയാണ് അതിൻ്റെ ടൈം. അപ്പോൾ ഈ ടൈമിൽ സഖാക്കളെന്ന് മാത്രമല്ല എല്ലാവരോടും കൂടി ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. പിന്നെ സഖാക്കൾ തന്നെ ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം. 9 തൊട്ട് 9:30 വരെ ലൈക്കില്ല, കമൻ്റ് ഇല്ല, ഷെയർ ഇല്ല, ഒരു തരത്തിലുമുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ വളരെ ഒരു അച്ചടി ഭാഷയിലുള്ളൊരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. എനിക്കത് അങ്ങനെ പറയാൻ അറിയാൻ പാടില്ല. ഇത് വെച്ച് പറയാം. അതായത് ഇസ്രയേൽ ഗാസയിൽ അഴിച്ചുവിട്ട ആക്രമണത്തിൽ വിവിധ ബഹുരാഷ്ട്ര കമ്പനികൾ പങ്കാളികളാകുന്നുണ്ട്. അധിനിവേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വംശഹത്യയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് പോകുന്ന ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സൊക്കെ അതിനു വേണ്ടി ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിൻ്റെ ഈ പറയുന്ന സ്ട്രൈക്ക് ഉണ്ടല്ലോ, ആ ഗാസയ്ക്ക് മേലിൽ അവർ നടത്തുന്ന സ്ട്രൈക്ക്, ആ സ്ട്രൈക്കിൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഒരു എന്താ പറയുക, അവർ കൂടി ഉൾപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങൾക്കും ഒക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നമ്മളും കൊടുക്കുന്നുണ്ട് ആയുധങ്ങളെ. അപ്പോൾ മിക്കവാറും ജനറൽ സെക്രട്ടറി പറയും ഇന്ത്യ അത് ചെയ്യരുത്, ആയുധങ്ങൾ കൊടുക്കരുത് എന്ന് പറയും. കാരണം അതിനുള്ള ഒരു സാധ്യതയുണ്ട്. ജനറൽ സെക്രട്ടറി മാത്രമല്ല, അതും കേവലം ഒരു കറക്റ്റ് അംഗത്വം പോലും കറക്റ്റ് ഇന്ത്യയിൽ ഒരു പാർട്ടിയുടെ അംഗീകാരം പോലും കിട്ടാൻ ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. അതെ, അത് ഇവിടെ മാത്രമല്ല, അത് പൊതുവായിട്ട് എല്ലായിടത്തും ഇപ്പൊ എങ്ങനെയാണ് ഊർജ്ജശ്വാസം എന്നുള്ള വാക്ക് കറക്റ്റാ. അപ്പൊ ഈ പറയുന്നത് ആരാന്നറിയാം, നമ്മള് മുമ്പ് പറയില്ലേ, കൊറോണ സമയത്ത് കേന്ദ്രം പറഞ്ഞിരുന്നു അതൊരു അലേർട്ടായിട്ട് ഇരിക്കാനായിട്ടാണ് എല്ലാ പറഞ്ഞുകൊണ്ടിരുന്നത്. പാത്രം കൊട്ടുക അല്ലെങ്കിൽ ഒരു സമയത്ത് ഒന്ന് വിളക്ക് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എന്താ പറയാ, ഒന്ന് അലേർട്ട് ആവുക, നമുക്ക് ഇതൊന്നും പോയിട്ടില്ല, അപ്പൊ അതിന് വേണ്ടി എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളിയ ആൾക്കാരാണ്. ഗാസയുടെ കാര്യം വന്നപ്പോ ഇവിടെ കിടന്ന് സുടുക്കൾ കരയുന്നതിനൊപ്പം കിടന്ന് കരഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഈ പറയുമ്പോൾ എത്രത്തോളം സഖാക്കള് ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ കണ്ടു തന്നെ അറിയണം. അതിനുവേണ്ടി ഒരു നിരീക്ഷണ കമ്മീഷനെ വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അല്ല, ഇവരല്ല, പുറത്തുനിന്ന് ആരെങ്കിലും വെക്കണം. ഇവര് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം നുണയെ പറയുള്ളൂ, കള്ളത്തരേ പറയുള്ളൂ. അപ്പൊ ഇവര് എത്രത്തോളം ഉപയോഗിക്കാതിരിക്കും, ലാപ്പ് ഉപയോഗിക്കാതിരിക്കും, ഫോൺ ഉപയോഗിക്കാതിരിക്കും, ലൈക്ക് ചെയ്യാണ്ടിരിക്കും. പോരാളി ഷാജിയൊക്കെ ചത്തുപോലും ഉണ്ടായിരുന്നു അല്ലേ? സൈബർ വിങ്ങാണ്. ഈ സൈബർ വിങ് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവരൊക്കെ പണിക്ക് പോയി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ബാക്കി പ്രവർത്തനം. ഇതിനകത്ത് സൈബർ വിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് പുതിയ DGP വന്നല്ലോ, ഇറവാട ചന്ദ്രശേഖർ വന്നല്ലോ. വന്നപ്പോൾ അദ്ദേഹം ഒരു പുതിയ ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾക്കിടെ അങ്ങനെ ഒരുപാട് വരവണ്ട, കമന്റ്സ് ഒക്കെ മോണിറ്റർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലായി കാണുമല്ലോ, നമ്മളത് സ്റ്റോർ ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രജിത പറഞ്ഞ പോലെയുള്ള ഈ പോരാളി ഷാജി പോലെയുള്ള കുറെ ആൾക്കാർക്ക് മേയാനുള്ളത് മാത്രമേ മേയാൻ പറ്റുള്ളൂ, വിമർശിക്കുന്നത് മേയാൻ പാടില്ല. 8 മാസത്തേക്ക് നിങ്ങളെല്ലാം പഞ്ചപുച്ഛം അടങ്ങിയിരിക്കണം എന്നുള്ളതാണ്. പറഞ്ഞോളൂ. അതൊന്നും നടപടിയാണെന്ന് തോന്നുന്നില്ല. അപ്പൊ ഈ കഴിഞ്ഞിടക്ക് വേറൊരു ബഹിഷ്കരണം ഇതുപോലെ നടന്നിരുന്നത്. ഇതിപ്പോ ബഹിഷ്കരണമല്ല, ഇതിനെതിരെ അലർട്ടായിട്ട് ഇരിക്കാനാണ്. ഇവരിപ്പോ അലർട്ട് ആകുമ്പോഴേക്കും കേന്ദ്ര സർക്കാർ ഈ തീരുമാനം മാറ്റുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല, അത് വേറൊരു വേർഷനാണ്. അപ്പൊ ഈ കഴിഞ്ഞിടക്ക് മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ടായിരുന്നു. ഈ സുദിയോ, ടാറ്റയുടെയാണ് സുദിയോന്ന് വസ്ത്രങ്ങളൊന്നും വാങ്ങരുത്. സുദിയോ അതായത് ടാറ്റ കൂടി ഭാഗവാക്കാകുന്ന ചില കാര്യങ്ങൾ യുദ്ധത്തിനായിട്ട്, എക്യുപ്മെന്റ്സ് ഒക്കെ യുദ്ധത്തിനായിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ സത്യം പറഞ്ഞ ഈ സുദിയോ ടാറ്റയുടെ ആണെന്നുള്ളത് പലർക്കും അറിയില്ലായിരുന്നു. ഈ ഒരു വിഷയം വന്നപ്പോൾ അത് ശരിക്കും മനസ്സിലായി. ഈ ആ ഒരു എന്താ പറയാ,
ഔട്ട് ബാക്ക് ചെയ്തത് വേറൊരു സംഘടനയാണ്. ചില നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു മതമൗലികവാദ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംഘടന, ഒരു മുസ്ലിം സംഘടനയായിരുന്നു. ഈ സുദിയോ എന്ന് പറയുന്നത് ടാറ്റയുടെയാണ്. ഈ ടാറ്റയെ ബഹിഷ്കരിച്ചുകൊണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ട് എത്ര നാള് ഒരു ഇന്ത്യക്കാരന് ജീവിക്കാൻ പറ്റും? ടാറ്റ, അദാനി, അങ്ങനെയുള്ള കുറച്ച് കമ്പനികളുണ്ട്. കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ആ കാണുന്നതിലല്ല. ഈ CPM ജനറൽ സെക്രട്ടറി ഇപ്പൊ ഇത് പറയുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്? ഗാസയിലെ ഹമാസുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ല, കമ്പ്യൂട്ടർ ആദ്യം നിശ്ചയിച്ച ആൾക്കാരാണല്ലോ. ഇപ്പൊ ലാപ്പ് ഇല്ലാതെ ആരെങ്കിലും കയ്യിലുണ്ടോ? ലാപ്പോ ഇല്ലാതെ? അല്ല, അതാണ് ഈ പറയുന്ന പോലെ സഖാക്കളുടെ എല്ലാം കയ്യിലേ, ഇപ്പൊ ബേബി സഖാവിന്റെ കയ്യിൽ പോലും ഈ പറയുന്ന നോട്ട് പാഡും ടാബും ഒക്കെ ഉണ്ടാകാം. ഇതെല്ലാം ഉണ്ടാകും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിപ്പോ എത്ര സ്ഥലത്തുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. വേണമെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഡൽഹിയിൽ വെറുതെ ഇരുന്ന് ചൊറി കുത്തുമ്പോഴേക്കും പറഞ്ഞതായിരിക്കാം. ഒരു ചെറിയ സംശയം, വിഴിഞ്ഞത്തെ ഈ ബിസിനസ് ആരാ ചെയ്യുന്ന? അദാനിയല്ലേ? വിഴിഞ്ഞം പോർട്ട്. ഇതിപ്പോ വിഴിഞ്ഞത്തെ ബിസിനസ് ആര് ചെയ്യുന്നു എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു ടാഗ് ലൈൻ #, ക്യാമ്പയിൻ നടത്തുമ്പോൾ ആ നടത്തുന്നതിന് പിന്നിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? കൃത്യമായിട്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്? ഇത് ആർക്ക് വേണ്ടിയല്ല, ഹമാസിന് അല്ലേ? ഹമാസുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഹമാസിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. എന്താണ് വന്നിരിക്കുന്നത്? അവർ ഭൂരിഭാഗം അവിടെ ഇല്ലാതായി. അവരുടെ പൂർണ്ണമായിട്ടും ഏതാണ്ട് കുറച്ചു പേർ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. മനുഷ്യരല്ല, ഹമാസുകൾക്കെതിരെ പോരാടുമ്പോൾ ജനങ്ങൾ മരിച്ചു വീഴുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതെന്തുകൊണ്ടാണ്? അവരെ മനുഷ്യ കവചമാക്കുന്നത് കൊണ്ടാണ് അവിടെ ആ ഒരു കാര്യം ഉണ്ടാകുന്നത്. ഞാൻ ചോദിച്ചാൽ അവിടുത്തെ നിവാസികളെ കാര്യമാണ് ചോദിച്ചാൽ, അവിടെ ജീവിക്കുന്നവർ അത്രയും പേരേ ഉള്ളൂ, കുറച്ച് പേരെ ഇനി അവശേഷിക്കുന്നു. അല്ല, ഹമാസുകളുടെ എണ്ണത്തിൽ, ഹമാസ് നേതാക്കളുടെ, ഹമാസ് പോരാളികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പോരാളികൾ അവരെ പോരാളികൾ എന്ന് പറഞ്ഞാൽ അവരെ തീവ്രവാദികളാ. പോരാളികൾ എന്ന് പറയുന്നതിലും കാര്യമൊന്നുമില്ല. ഇവർക്കാണ് ഇത് പോരാളികൾ. ഈ CPM-നാണ് ഈ പോരാളികൾ. അപ്പൊ ഈ CPM ഇത് പറയുമ്പോൾ എത്ര പേര് ഇത് അനുസരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ രാജ്യത്തെ എത്ര സ്ഥലത്ത്, എത്ര സംസ്ഥാനത്ത് CPM ഉണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതിൽ മറ്റൊന്നുമല്ല. ഇത് ഏതോ ഒരു ഹമാസ് അനുകൂല സംഘടന, ഏതോ ഒരു ഈവന്റ് മാനേജ്മെന്റ് സംഘം ഉണ്ടാക്കിയ ഒരു ഐഡിയ ആണ്. അതാണ് ഇതിനകത്ത് സത്യം. എനിക്ക് തോന്നുന്നത് അതാണ്. ഇവരെല്ലാം ഇപ്പോൾ ഈവൻറ്റിൻ്റെ പിറകെ നടക്കുന്നവരാണ്. CPM എന്ന് പറയുന്ന പാർട്ടി ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ പിറകെ നടക്കുന്നത്. ഇത് ഏതോ മഹാനായ ഒരു ബുദ്ധി, അവൻ പറയുന്ന അവൻ്റെ ഭയങ്കര ബുദ്ധി എന്നായിരിക്കും. ഈ ഈവൻറ്റ് കമ്പനിക്കാരൻ കൊണ്ടുവന്ന് സഖാവ് ബേബിയുടെ അടുത്ത് പറഞ്ഞു കാണും, നമുക്കിങ്ങനെ ഒരു #, ക്യാമ്പയിൻ ചെയ്യാം സഖാവേ, ഇതിങ്ങനെയാണ് സഖാവേ എന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്തു കാണും. ഇതാണ് ഇതിനകത്ത് സത്യാവസ്ഥ. അതും സാധ്യതയുണ്ട്. ചേട്ടൻ പറഞ്ഞതിലും സാധ്യതയുണ്ട്. അതില്ല എന്നൊന്നും അത് മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ ബഹുരാഷ്ട്ര കമ്പനികൾ, ഈ ബഹുരാഷ്ട്ര കമ്പനികൾ ഇല്ലാണ്ട് ഇവിടുത്തെ എന്തെങ്കിലും ഒരു കാര്യം നടക്കും, ഒരു ഇല അനങ്ങില്ല എന്ന് മാത്രമല്ല, ഇവരൊക്കെ ഈ നമ്മൾ പറഞ്ഞില്ല, ടാറ്റയുടെ ഒരു പ്രൊഡക്റ്റ് എങ്കിലും ഉപയോഗിക്കാത്ത ഒരു വീട് നമ്മുടെ നാട്ടിലുണ്ടാവും. ഇവരെന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ടാറ്റയുടെ? ഇപ്പൊ ഈ ബഹുരാഷ്ട്ര കമ്പനികളുടെ കാര്യം പറയുന്നുണ്ട്. ഇവര് നടത്തുന്ന എന്തെന്നാണ് വംശഹത്യയുടെ ഈ വംശഹത്യ എന്നൊക്കെ പറയുമ്പോഴേ, വംശഹത്യ എന്ന് പറയുന്നത് ഈ പറയുന്ന തീവ്രവാദികളെ ഒരു രാജ്യം ഇല്ലാതാക്കുന്നതിനാണ് വംശഹത്യ എന്ന് പറയുന്നത്. വംശഹത്യ എന്നൊക്കെ അവർക്ക് ഇങ്ങനെയുള്ള കുറെ വാക്കുകളുണ്ട്. ഈ ചതുര വടിവൊത്ത വാക്കുകൾ, ഇതൊക്കെ ആർക്കും അറിയില്ല. നിർത്തി തേച്ച ഷർട്ടും മുണ്ടിട്ട് ചതുര വടിവൊത്ത വാക്കുകളിൽ അല്ല, അതിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് ശരിയാണോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. ഇത് ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു സംഭവം വരുമ്പോ എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ നാട്ടിൽ ഒരു അറ്റാക്ക് നടന്നു, പഹൽഗാം. തിരിച്ചു പറഞ്ഞില്ല എന്നല്ല, തിരിച്ചു ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിനെതിരെ എന്തെല്ലാം പാകിസ്ഥാൻ അനുകൂലമായ രീതിയിൽ ഇവിടെ നിന്ന് കമന്റ്സ് വന്നു. അതിനകത്ത് ഒരു കാര്യം അറിയോ, കൂട്ടത്തിൽ നിന്ന് കമന്റ് പറയുമ്പോൾ ശ്രദ്ധിക്കാതെ പോകും, മാറി നിന്ന് കമന്റ് പറയുമ്പോൾ ശ്രദ്ധിക്കപ്പെടും. അതും ഒരു ലോജിക്കായിട്ട് നമുക്ക് കരുതാം. കാര്യം ചില ആൾക്കാർ അങ്ങനെയാണ്, കൂട്ടത്തിൽ പെടാതെ മാറി നിന്ന് ബ്ലാ 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 എന്നാക്കും. അപ്പൊ ഈ മാറി നിന്ന് ബ്ലാ ബ്ലാ ആക്കണത് കൂട്ടത്തിൽ പറയുന്നതിനേക്കാളും ശ്രദ്ധിക്കും. അത് ഈ പൊട്ടന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ല, അങ്ങനെ ചെയ്യുന്നത് പൊട്ടന്മാരാണ്. ഞാൻ പറഞ്ഞത് ഈ സിന്ദൂർ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലിരുന്ന് നമ്മുടെ നാടിനെ കുറിച്ച് പറയാതെ, നമ്മുടെ നാടിനുണ്ടായ നഷ്ടം പറയാതെ മറ്റൊരു രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്. ആ ഒരു കൂട്ടം പേരുടെ
പുറകെ നടക്കുകയാണ് CPM ഇപ്പോഴും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നടന്നാലേ അവരെ ഇപ്പോൾ ജനം തിരിച്ചറിയുള്ളൂ എന്നൊക്കെയാണ് അവർ ധരിക്കുന്നത്. കാര്യം നമ്മൾ ഇന്ന് വരെ അവരുടെ ഒരു ചരിത്രം വായിച്ചു നോക്കുമ്പോഴേ അവർ ഏത് കാര്യമാണ് കൃത്യമായ ഒരു അളവുകോലോടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ പറയുന്ന കാര്യം, ഏതെല്ലാം നേതാവിൻ്റെ വീട്ടിൽ കൂടി കഴിഞ്ഞാൽ ടാറ്റയുടെ കാറ് കാണും, ഇവരുടെ മക്കള്, ഇവർ ഉപയോഗിക്കുന്ന വസ്ത്രം, ഈ പറയുന്ന ആ തുണി ഷോപ്പിന്റെ പേരെന്താ, സുതിയോ, അവിടെ നിന്നൊക്കെ തന്നെ ഇവരുടെ മക്കൾ എത്ര പേര് മേടിക്കുന്നുണ്ടാവും. ഇവർ ഈ പറയുന്ന അമേരിക്കയെ കുറ്റം പറഞ്ഞിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയിരിക്കണം അമേരിക്കയിലല്ലേ. അതെ, ഞാനിപ്പോ പ്രവൃത്തി വേറൊന്നും. അതെ, നമുക്ക് ഇങ്ങനെ പറഞ്ഞു നിർത്താം. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഐഡിയയാണ്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ എന്ന് പറയുമ്പോഴും ഒരു ജനറൽ സെക്രട്ടറി ആയിരിക്കെ ബേബി സഖാവ് ചിന്തിക്കേണ്ടതാണ്. ഇവരെല്ലാം തന്നെ ഓരോ ഇൻഫ്ലുവൻസുകൾ, ഓരോരുത്തരുടെ ഇൻഫ്ലുവൻസുകളിൽ ഇവർ വീണുകൊണ്ടിരിക്കുകയാണ്. ഈ സെക്രട്ടറി ജൈവ ബുദ്ധിജീവികളും ഇൻഫ്ലുവൻസുകളിൽ വീഴുന്നു എന്ന് പറയുന്നത് ശുദ്ധമടയത്തരം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മുടെ സംസാരം അവസാനിപ്പിക്കുന്നത്, ഒരു ദിവസമെങ്കിലും ഈ ഭരണം തീരുന്നുമ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ ഒന്ന് പോയി നോക്കണം. ടൈയും കോട്ടും ഇട്ടിരിക്കുന്ന നിരവധി കോർപ്പറേറ്റ് കമ്പനികളുടെ ആൾക്കാർ മുഖ്യമന്ത്രിയെ കാണാനോ ഈ പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറി കാണാനോ ഇരിക്കുന്ന ഒരു 10 പേരെ ഞാൻ പ്രീതയ്ക്ക് കാണിച്ചു തരാം. അതാണ് ഇന്നത്തെ CPM മന്ത്രിസഭയുടെ അവസ്ഥ. അല്ല, അത് അവിടെ നിൽക്കുമ്പോഴും ഞാൻ പറഞ്ഞു നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സേവ് ഗാസ സൈലൻസ് അവർ എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്മിക്കൂട്ടങ്ങൾ പോലും ശരിയായ രീതിയിൽ പാലിക്കുമെന്നുള്ളത് എനിക്ക് യാതൊരു ഉറപ്പില്ല. ഇത് തന്നെ എല്ലാവർക്കും ഉറപ്പില്ലാത്ത ഒരു കാര്യമായിരിക്കും. കാരണം സഖാക്കളൊക്കെ കൂട്ടത്തോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീക്ക് ടൈമാണ് ഈ 9 to 9:30 എന്ന് പറയുന്നത്. ഈ പീക്ക് ടൈമിൽ ആരും ഫോണോ മറ്റ് ഗാഡ്ജറ്റ്സോ ഉപയോഗിക്കാതിരിക്കുമെന്നുള്ളത് ആരും ചിന്തിക്കേണ്ട.